ക്രിസ്തുമസ് സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രതിപാദിച്ചിരുന്ന ഒരു വിഷയം, യേശു നാം ഇന്ന് വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ ഈ മുഴുവൻ ഭൂഖണ്ഡങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ലോകത്തിൻ്റെ രക്ഷകൻ എന്നുള്ള ആസ്പെക്റ്റിലല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആ ലോകമെന്ന് പറയുന്നത് ഇസ്രായേൽ സാമ്രാജ്യത്തെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഇറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞതിനകത്ത് ഒത്തിരി ആൾക്കാർ വന്ന് അതിനകത്ത് കമൻ്റ് ഇട്ടു. അതിൽ 95% കമൻറ്റുകളും ക്രിസ്ത്യാനികളുടേത് തന്നെയായിരുന്നു. പക്ഷേ വളരെ രൂക്ഷമായ വിമർശനങ്ങളും വളരെ വൾഗറായിട്ടുള്ള ലാംഗ്വേജിലുള്ള പ്രതികരണങ്ങളുമായിരുന്നു. കാരണം എല്ലാ ലോകരാഷ്ട്രങ്ങളിനകത്തും ആ ക്രിസ്തീയ മതത്തിൻ്റെ പ്രസരിപ്പുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ലോകരാഷ്ട്രങ്ങളിനകത്തുമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങ് കേരളത്തിൻ്റെ ഈ മൂലയിൽ തിരുവനന്തപുരത്ത് ഒരു ഞാഞ്ഞൂലായിട്ടുള്ള മനോജ് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? അപ്പോൾ അതിൻ്റെ ധ്വനി ഇതായിരുന്നു. പക്ഷെ പ്രതികരണ രീതി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെ എല്ലാവരും ഒരു കള്ളം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സത്യമാകണമെന്നില്ലല്ലോ. ലോകത്തിലെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന ഒരുപാട് കള്ളങ്ങൾ ഇന്നുമുണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. എല്ലാ കുഞ്ഞുങ്ങളുടെയും സിലബസിനകത്ത് വളരെ ആധികാരികതയോടുകൂടെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ടാകും. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ് ആയിരുന്നു എന്നുള്ളത്. നമുക്കിന്നറിയാം അത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടത് സത്യമാകണമെന്നില്ല. എല്ലാവരെയും ആധികാരികതയോടുകൂടെ സിലബസിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞും അത് സത്യമാകണമെന്നില്ല. ഇനി മറ്റൊന്ന്, 2020 കാലഘട്ടത്തിലൊക്കെ കോവിഡ് വളരെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. എല്ലാവരും ആ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരിക്കകത്ത് ആകുലതയോടുകൂടെ, വളരെ മരണഭയത്തോടുകൂടെ ആയിരുന്നൊരു സമയമുണ്ട്. അന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കോവിഡിൻ്റെ ആ ഒരു അതിപ്രസരണം. അപ്പോൾ അതിനെങ്ങനെ തടയാം, അതിനെ എങ്ങനെ അതിൻ്റെ കാഠിന്യത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ചർച്ചയായിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അതും കേരളത്തിൽ, ഇങ്ങ് തിരുവനന്തപുരത്ത് ഇങ്ങ് ഒരു ഞാഞ്ഞൂലിനെ പോലെ ഇരിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ വന്ന് പറഞ്ഞു, ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാപ്രശ്നത്തിന് എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ഹോമിയോയിൽ മരുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രതിരോധ മരുന്നായിട്ട് അദ്ദേഹം ഒരു ഹോമിയോ മരുന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ തുടക്കത്തിൽ കേരള ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല, മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളും ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളും ജനങ്ങളുടെ അടുത്ത് കൊണ്ട് വന്ന് അവരെ ആശയക്കുഴപ്പത്തിലാക്കരുത്, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വായ അടച്ചു. റിട്ടേണായിട്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തു. പക്ഷെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിന് ഇൻവെൻഷനകത്ത് 100% ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ കോവിഡിന് ഇദ്ദേഹം പറയുന്ന മരുന്ന് നൽകാമെന്ന് ഒരു കോടതി വിധി ഉത്തരവുണ്ടായി. കോടതി ഉത്തരവുണ്ടായപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഗവൺമെൻറ് വന്ന് പറയുന്നത്, കോവിഡ് പ്രതിരോധിക്കാൻ ഹോമിയോയിലെ ഈ പറയുന്ന കാര്യം ഉപയോഗിക്കാം, താല്പര്യമുള്ളവർ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ ഈ ഹോമിയോയുടെ പ്രിവെൻഷൻ മരുന്ന് ഒത്തിരി പേർക്ക് ഫ്രീ ആയി കൊണ്ടുപോയി കൊടുത്തു. അത് ഈ ഒരൊറ്റ വ്യക്തിയുടെ ഫൈറ്റിംഗ് ആണ്. അന്ന് മറ്റുള്ള ഹോമിയോ ഡോക്ടേഴ്സ് പോലും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, വിമർശിച്ചു. ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അസോസിയേഷൻ പോലെയുള്ള അങ്ങനെയുള്ള അലോപ്പതി ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് ഹോമിയോ കഴിച്ച ആർക്കും കോവിഡ് വന്നിട്ടില്ല. ഞാൻ അതിന് ജീവിക്കുന്ന എക്സാമ്പിളാണ്. ഞാനും എൻ്റെ കുടുംബവും കോവിഡ് സമയത്ത് മറ്റു മരുന്നുകളൊന്നും കഴിച്ചില്ല, കോവിഡിൻ്റെ വാക്സിനേഷൻ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ആ കാലഘട്ടം സർവൈവ് ചെയ്തത് ഹോമിയോ പ്രിവെൻഷനിലൂടെ തന്നെയാണ്. ഈ പറയുന്ന ഡോക്ടർ എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ലോകം മുഴുവൻ എതിർത്താലും
സത്യം എപ്പോഴും സത്യമാണ്. സത്യം പറയുന്നവരെ തുടക്കത്തിൽ ആൾക്കാരെല്ലാം ചവിട്ടി തേക്കും. മണ്ടനാന്ന് പറയും, പൊട്ടനാന്ന് പറയും, ദുരുപദേശകനാണെന്ന് പറയും. അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ കറക്റ്റാണെന്ന് പിന്നെ ഗവൺമെൻറ്റിനും കോടതിക്കും സമ്മതിക്കേണ്ടി വന്നു. ഇന്നും അലോപ്പതി മരുന്നിലൂടെ പ്രിവെൻഷൻ എടുത്ത ആൾക്കാർക്ക്, വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വരുന്നുണ്ട്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഹോമിയോ മരുന്നെടുത്ത വ്യക്തികൾക്ക്, ആയുർവേദത്തിലൂടെയുള്ള പ്രതിരോധ മരുന്നിനെ ഫോളോ ചെയ്തവർക്ക് ഒരു സൈഡ് എഫക്റ്റും അന്നും ഉണ്ടായില്ല, ഇന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ മൂന്നാമത്തെ ചികിത്സാ രീതിയായ അലോപ്പതിയിലൂടെ പോയവർക്കുണ്ടായ ഭവിഷ്യത്തുകൾ ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ലോകം മുഴുവൻ ഇന്ന് ഏത് ഇൻഡസ്ട്രിയുടെ കീഴെയാ? ഹോമിയിലാണോ? ആയുർവേദത്തിലാണോ? തീർച്ചയായിട്ടും അലോപ്പതിയിൽ തന്നെയാണ് എല്ലാ വ്യക്തികളും ആശ്രയിക്കുന്നത്. ഫൈൻ. അപ്പോൾ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ പറയുമ്പോൾ തുടക്കത്തിൽ ആ വ്യക്തിയെ കളിയാക്കുകയും വിമർശിക്കുകയും നിന്ദിക്കുകയും പഴിക്കുകയും ഒക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം വെച്ചിട്ടാണ് ഞാൻ ലോകം എന്താണെന്നുള്ള ബൈബിൾ പറയുന്ന ആശയത്തെ വിവരിച്ചത്. ലോകമെന്ന് ബൈബിൾ പറയുന്നത് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒത്തുചേർന്ന ലോകമല്ല. ബൈബിൾ പറയുന്ന ലോകമെന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹത്തിനകത്തുള്ള ആ വിശ്വാസ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ മോശയിക നിയമാവലികളും യാഗങ്ങളും ദേവാലയവും പുരോഹിതന്മാരും അടങ്ങുന്ന ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന വ്യക്തികളടങ്ങുന്ന ആ സമൂഹത്തെയാണ് ബൈബിൾ ലോകമെന്ന് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആരാണ്ട് എൻ്റെ അടുത്ത് വീണ്ടും ഇതുപോലെ ഒരു കമൻറ്റ് വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ലൂക്കോസ് 2:1 പറയുന്ന ലോകം ഈ പറഞ്ഞ ലോകമാണ്, പക്ഷേ ബൈബിളിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ലോകം അതല്ല. ഓക്കെ, സോ ബൈബിൾ പറയുന്ന കോണ്ടെക്സ്റ്റ് എത്താൻ നമ്മൾ മനസ്സിലാക്കണം. സോ ഈ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് യേശു എന്തിനു വന്നു, ആർക്ക് വേണ്ടി വന്നു എന്നുള്ള കാര്യം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ മത്തായി സുവിശേഷം 1 മുതൽ വായിക്കുക, 1-ാം അധ്യായം 1 മുതൽ വായിക്കുക. ആ ഒരു അധ്യായത്തെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തെ വിലയിരുത്തുക. ഓക്കെ, മത്തായി 1 മുതൽ 16 വരെ വിവരിച്ചിരിക്കുന്നത്, മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെ വിവരിച്ചിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീനിയോളജിയെക്കുറിച്ചിട്ടാണ്, വംശാവലിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ തുടങ്ങുന്നത് അബ്രഹാം മുതൽ തുടങ്ങി യേശുവിൻ്റെ അപ്പനായി ബൈബിൾ പറയുന്ന ജോസഫ് വരെയുള്ള വംശാവലിയെക്കുറിച്ചിട്ടാണ് മത്തായി സുവിശേഷം വിവരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും എന്നോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് മത്തായിയിൽ ഈ ജീനിയോളജിയെക്കുറിച്ചിട്ട് ഇന്നാരെ ജനിപ്പിച്ചു എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് അത് വായിക്കുമ്പോൾ തന്നെ ഒരു ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ എന്തിനാ ഇത്രയും ഈ ജീനിയോളജിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ എന്ന് പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ, ഈ ഒരു പശ്ചാത്തലം വിവരിച്ചാൽ മാത്രമേ എന്താണ് മത്തായി അടുത്ത് പറയാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ജീനിയോളജി പറയാനുള്ള കാര്യം. അത് ഞാൻ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ യേശുവിൻ്റെ ജീനിയോളജി അബ്രഹാം മുതൽ തുടങ്ങി ജോസഫ് വരെ വളരെ വ്യക്തതയോടുകൂടെ 1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു നട്ഷൽ, ഒരു അബ്സ്ട്രാക്റ്റാണ് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ജീനിയോളജിയെക്കുറിച്ച്, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു അബ്രിവേഷൻ. ആ അബ്രിവേഷൻ ഇങ്ങനെയാണ്: അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രൈസ്റ്റ് വരെ 14 തലമുറ. ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു അബ്രിവേഷൻ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ നട്ഷൽ നമുക്ക് കിട്ടും. സോ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറഞ്ഞിട്ടാണ് സുവിശേഷകൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ക്രിട്ടിക്കൽ കാര്യത്തെ അവതരിപ്പിക്കുന്നത്. ആ ക്രിട്ടിക്കൽ കാര്യം 18-ാം വാക്യം മുതൽ താഴോട്ട് ഉണ്ട്. ഈ കൂടുതൽ ഞാനത് വായിക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ഒരു കാര്യം മാത്രം അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് വരാം. 21-ാം വാക്യം, മത്തായി 1:21.
അതിൽ പറഞ്ഞിരിക്കുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും. ആര്? ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ കന്യകയാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ, ആ പ്രസവിക്കുന്ന ആ കുഞ്ഞ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന്. അപ്പോൾ യേശുവിൻ്റെ ജന്മോദ്ദേശം, യേശു വന്നതിൻ്റെ ഉദ്ദേശം ആരുടെ പാപങ്ങളെ മാറ്റാൻ വേണ്ടിയാ? ഈ സകല ലോകരാഷ്ട്രങ്ങളുടെയും ജനങ്ങളെ പാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യക്കാരുടെ പാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, മലയാളികളുടെ പാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ബ്രിട്ടീഷുകാരുടെ പാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ജപ്പാൻകാരുടെ ചൈനക്കാരുടെ പാവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ലോകം മുഴുവൻ ഇന്ന് വിശ്വസിപ്പിച്ച് ഒരു മതത്തെ പ്രബലമാക്കി ഉദ്ദേശമാണ്. സോ ഈ ഉദ്ദേശത്തിലല്ല ജീസസ് വന്നിരിക്കുന്നത്. ജീസസ് വന്നത് അവൻ തൻ്റെ ജനത്തെ, ഈ തൻ്റെ ജനം എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിനെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരാ തൻ്റെ ജനം? അതിനാണ് 1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ ജീനിയോളജിയെ വളരെ വിശദമായിട്ട് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ജനമെന്ന് പറയുന്നത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയിൽ തുടങ്ങിയ ആ ജീനിയോളജിയിൽ വരുന്ന, ആ വംശപാരമ്പര്യത്തിൽ വരുന്ന, ആ കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന ഇസ്രായേൽ ജനങ്ങളെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീനിയോളജി ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അബ്രിവേഷനും അങ്ങനെ അവസാനം ചേർത്ത് വെച്ചിരിക്കുന്നത്. അബ്രഹാം മുതൽ 14, 14, 14 ക്രിസ്തു വരെ. ഈ പ്ലാറ്റ്ഫോം ഇടാതിരുന്നുവെങ്കിൽ നമുക്കിതിനെ കോട്ടിമാട്ടി ഇന്നത്തെ പാസ്റ്റർമാരും അച്ഛന്മാരും വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കായിരുന്നു. പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വിവരിച്ചതിന് ശേഷം തൻ്റെ ജനത്തെ എന്ന് പറയുമ്പോൾ ആ വംശപാരമ്പര്യത്തിൽ വരുന്ന ജനങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് 101% ഉറപ്പാണ്. അപ്പോൾ യേശു വന്നത് എന്തിനാ? യഹൂദ ജനങ്ങളുടെ, ഇസ്രായേൽ വംശാവലിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, അവരുടെ പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ റിഡംഷന് വേണ്ടിയിട്ട്, അവരിലേക്ക്, അവർക്ക് വേണ്ടി, അവർക്ക് മാത്രമായിട്ടാണ് ജീസസിൻ്റെ ജന്മമെന്ന് ആരോട് പറയുന്നു? ദൂതൻ ജോസഫിനോട് പറയുന്നു. ആരോട് പറയുന്നു? ജോസഫിനോട് പറയുന്നു. ജോസഫ് ആരാ? സോ ആ വംശപാരമ്പര്യത്തിൽ ഇരിക്കുന്ന കാര്യത്തെ എടുത്ത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ എത്ര നിസ്സാരമായിട്ടാണ് ജനങ്ങളെ ഒരു വിഭാഗം ഇന്ന് പറ്റിച്ചിരിക്കുന്നത് നോക്കിയേ. സോ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. കുറച്ച് പഠിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഒന്ന് ഭയപ്പെടുത്തി, ഒന്ന് വശീകരിച്ച് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളത് വിശ്വസിച്ച് പോകും. കാരണം ബേസിക്കലി ജനങ്ങളുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ ഭയത്തെ മുതലെടുത്ത് പ്രലോഭനങ്ങൾ നൽകി. അതുകൊണ്ടാണല്ലോ ഇന്ന് പല പരസ്യ കമ്പനികളും വിജയിക്കുന്നത്, പല പ്രോഡക്റ്റുകളും വിജയിക്കുന്നത്. പരസ്യത്തിലൂടെ ഏത് നിലവാരം കുറഞ്ഞ സാധനത്തെയും ജനങ്ങളെ കൺവിൻസ് ചെയ്ത് വിൽക്കാനായിട്ട് പറ്റും. സോ അതേ പരസ്യ തന്ത്രമാണ് ക്രിസ്ത്യൻ മതവും ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നിറയാനായിട്ട് എടുത്തിരിക്കുന്ന തന്ത്രം. പക്ഷേ ബൈബിൾ വ്യക്തതയോടുകൂടെ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് വന്നത് സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ പാപവിമോചകനായിട്ടാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരവിൻ്റെ ഉദ്ദേശവുമായിട്ട് കാര്യമില്ല. ഇനി ബൈബിളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ബൈബിളിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ആത്മീക സത്യങ്ങൾ നമുക്ക് പ്രയോജനകരമാകും. അത് നമുക്ക്, ഞാൻ ഒത്തിരി വീഡിയോ അതുമായിട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. സൺഷിപ്പ് എന്താണ്, ന്യായപ്രമാണം എന്താണ്, സ്പിരിറ്റ് ലൈഫ്, ലെഡ് ലൈഫ് എന്താണ്, ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം എന്താണ്, സ്പിരിറ്റിൻ്റെ കൾച്ചർ എന്താണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്തുനിന്ന് കിട്ടും. പക്ഷേ യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ വിമോചകനായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അതിന് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഓൺലി ഫോർ ഇസ്രായേൽ പീപ്പിൾ. ഓക്കെ, സോ ഈ ടോപ്പിക് ഇവിടെ തീരുന്നില്ല. ഞാൻ വീണ്ടും അടുത്ത പ്രൂഫുമായിട്ട്, അടുത്ത തെളിവുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ചെയ്യും. സോ യു ക്യാൻ വാച്ച് ഫോർ ദാറ്റ്. ഓക്കെ, ഞാനപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയെ പാർട്ട് 1 എന്ന് ഞാൻ ടാഗ് ചെയ്തിടാം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോയെ പാർട്ട് 2 എന്നിടും. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ പാർട്ട് 3. അങ്ങനെ ഇതിൻ്റെ ഒരു സീക്വൻസ് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട്, എന്തിനാണ് ജീസസ് വന്നത്, ആർക്ക് വേണ്ടിയാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.